ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് രാവിലെ തൊട്ടുള്ള ചെറിയ ചെറിയ കാഴ്ചകളിലേക്ക് രാവിലെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലില്ല, എന്നാലും ഇന്നത്തെ ഇടയ്ക്കിടയ്ക്കുള്ള കൊച്ചു കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം കേട്ടോ. പോവാം. അപ്പോൾ കൂട്ടുകാരെ, രാവിലെ ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ നമ്മൾ ചമ്മന്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കട്ടനും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടന് ഒക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ കഴിച്ചു കേട്ടോ. എനിക്ക് പോകണം. പിന്നെ ഇത് ഇന്നലെ രാത്രി നിങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. രാത്രി നമ്മൾ തുണിയൊക്കെ കഴുകിയായിരുന്നു. തുണിയെല്ലാം രാത്രി ഇന്നലെ നിന്ന് ഫുള്ളങ്ങ് കഴുകിയേ. അപ്പം നമ്മൾ മീനുകുട്ടീനെയൊക്കെ കുളിപ്പിച്ച് കയറ്റി. ഇനി ഞാനും മീനുകുട്ടിയൊക്കെ കാപ്പി കുടിക്കുള്ളൂ. അപ്പം ചേട്ടൻ ഇന്ന് സ്കൂളോട്ട് ഇത്തിരി താമസിച്ച് പോയാൽ മതിയായിരുന്നു. 8:30 ഏട്ടാ പോയാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ ഇത്തിരി വീഡിയോ എടുത്തത്. പിന്നെ ഇന്നാണ് നോയും ആരംഭം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആരാധന ഉള്ളത് കൊണ്ട് തന്നെ ചേട്ടന് താമസിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഇപ്പം പോകാൻ സമയമായി, മീനുകുട്ടിക്ക് സമയമാവണതേ ഉള്ളൂ. എൻ്റെ പൊന്നു, എന്തൊരു ചൂട്. അങ്ങനെ ഞാൻ ഇടയ്ക്ക് സ്കൂളിൽ നിന്നൊക്കെ നേരെ തിരിച്ചെത്തി. ഇനി നമുക്ക് അടുക്കളയിൽ കയറാം. എൻ്റെ പൊന്നു, ഇവിടെ എന്തോ നടക്കുന്നു. എന്താ പാചകം? നല്ല സമയം. ഞാൻ ചോറൊക്കെ അവിടെ വടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ വടിച്ചു വെച്ചേക്കണം. വീഡിയോ എടുക്കട്ടെ. ചോറൊക്കെ ഇവിടെ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ചോറും ആയിട്ടുണ്ട് ഇവിടെ. ചോറൊക്കെ വെച്ചേക്കാന്ന്. പിന്നെ ശരി, ഏകദേശമുള്ള എല്ലാ പണിയും കഴിഞ്ഞെന്നോ. അപ്പം ഇന്നിപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുക്കും. മണ്ടേക്കറി. എന്റെ ഇന്നലത്തെ രസം ഇവിടെ രസം ചൂടാക്കി തരാം. ബീട്രൂട്ട് തോരായി. പിന്നെ നമ്മുടെ ചമ്മന്തി ഇനിയിപ്പോ ജൂലിക്കല്ലേ കൊടുക്കുള്ളൂ. നോയമ്പല്ലേ. നോമ്പായോണ്ട് ഇനിയിപ്പോ ചമ്മന്തി ജൂലിക്കായി. ഓക്കെ. പാവച്ചി എന്നാ ഗ്ലാമർ ആയിട്ട് കാണുന്നത്. ശരി, ഓക്കെ. അപ്പൊ കാ എടുത്ത് ഇനി കട്ട് ചെയ്യണോ അല്ലേ? അപ്പൊ അതിന് നമ്മൾ എടുക്കുന്നത് ഞാൻ കട്ട് ചെയ്ത് വെക്കാത്തത് ഒരു കാ മതിയല്ല. അപ്പൊ ഈ ഒരു കാ എടുക്കണം. കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡിയായി. അപ്പൊ നമുക്കിനി തീ ഓഫ് ചെയ്തിടാം. മതി അത് ഒത്തു. ഇത് മാറ്റിയിട്ട് കറി വെക്കാം അടുത്ത്. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത് ഒരു കറി കൂടെ വെക്കണം. അപ്പോൾ ഇന്ന് വെക്കുന്നത് ഒരു പച്ചക്കായിട്ടൊരു കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമുക്ക് രസം ഇവിടെ ഇരിപ്പുണ്ട്, പിന്നെ തോരനും റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു കറി കൂടി വെച്ച് ഇന്നത്തേക്കുള്ള ഉച്ചത്തെ പരിപാടിയൊക്കെ കഴിയും കേട്ടോ. അതിനായിട്ട് നമ്മളിതാ ഒരു ചട്ടി വെച്ചു കൊടുത്ത് അതിലേക്ക് എണ്ണ വീത്തി കടുക് താളിച്ച് കരിവേപ്പില ഇട്ട് ഇപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മളതിലേക്ക് കാ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കായും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളിതാ മിക്സ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ വേവണം. ഇടണോ? വേണ്ട. അപ്പം നമ്മുടെ കറിയിൽ ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നല്ലതായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ കറി റെഡിയാവും കേട്ടോ. മുളക് പൊടി കളറില്ലെങ്കിൽ നല്ല എരിവുണ്ട് കേട്ടോ. അതാണ് മുളക് പൊടി നിങ്ങൾക്ക് കളർ കുറവായിട്ട് തോന്നും, പക്ഷെ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കളർ കൊണ്ടിട്ടുണ്ടെങ്കിലും കൂടെ മതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സിമ്പിളായിട്ടാണ് വെച്ചത് കേട്ടോ. ഇത് തേങ്ങയൊക്കെ അരച്ച് വെച്ചാൽ ഇത്തുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ അരച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്തുകൂടെ നല്ല കൊഴുപ്പൊക്കെ കിട്ടും കേട്ടോ. തേങ്ങയിട്ട് മസാലയൊക്കെ ചേർത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് തേങ്ങ അരയ്ക്കാതെ വെച്ച കറിയാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയായി. ഇനി തീ ഓഫ് ചെയ്തിടാം. ഇനി ചോറ് കഴിക്കാം നമുക്ക്. അപ്പോൾ കൂട്ടുകാരെ, ചോറ് കഴിക്കാൻ സമയമായി. അത് നമ്മൾ ചോറൊക്കെ കോരിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കായും തോരനും
രസവുമാണ് ഇന്നത്തെ. രസം ഇവിടെ എടുത്ത് വെച്ചേക്കണം. അയ്യോ അച്ചാറുണ്ട്, കറി തോനെയായ അതും വെച്ചിട്ടുണ്ട്. ഇത് കുടിക്കാനായിട്ട് കഞ്ഞിവെള്ളം വച്ചേക്കണതാണ് കേട്ടോ. ഉച്ചയ്ക്ക് കഞ്ഞിവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് റേഷൻ അരിയല്ല, അതുകൊണ്ട് കഞ്ഞിവെള്ളം എടുത്ത് കുടിക്കാൻ വെച്ച് കഴിഞ്ഞ് അടുത്തുള്ള ജോലി ഇതാണ് കേട്ടോ. അപ്പം കഴുകിയിട്ട തുണി എല്ലാം പറക്കിനി ഒതുക്കി വെക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എപ്പോഴും പറയും പോലെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.